ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. അഭിലാഷ് പിള്ള തിരക്കഥെഴുതിയ ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ്, ശിവദ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 60 ലക്ഷം രൂപയാണ്. ആദ്യ 11 ദിവസം കൊണ്ട് 15,25 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. 12ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 55 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് 15,80 ലക്ഷം രൂപ കേരള ഘട്ടനായി സ്വന്തമാക്കിയ ഈ സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22-22.5 കോടി റേഞ്ചിലാണ്. ജൂലൈ 25-ന് തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് സൂ ഫ്രം സോ. ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ആഗസ്റ്റ് 1-ന് കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് വിതരണത്തിനെത്തിച്ച ഈ സിനിമയ്ക്ക് ഗംഭീര സ്വീകാര്യതയാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 11 ദിവസം കൊണ്ട് 5,87 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചിത്രം 18ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വരെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 77,25 ലക്ഷം രൂപയും GCC ഓവർസീസ് കളക്ഷനായി 10,25 ലക്ഷം രൂപയുമാണ്. 18 ദിവസം കൊണ്ട് 87,50 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 4 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ബിപിൻ കൃഷ്ണ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സാഹസം. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കൃഷ്ണൻ, റംസ മുഹമ്മദ്, അജു വർഗീസ്, ബൈജു ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി 21 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 4 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,26 ലക്ഷം രൂപയാണ്. 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച മഹാവതാർ നരസിംഹ എന്ന ആനിമേഷൻ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ലോകമെമ്പാടുമായി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ 18ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി 1,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 208,15 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 13,10 ലക്ഷം രൂപ വിദേശ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 221,25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അഹാൻ പാണ്ഡെ, അനീത് ബദ്ദ എന്നിങ്ങനെ പുതുമുഖ താരനിരയുമായി മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18-ന് തിയേറ്ററിൽ വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരുന്ന ബോളിവുഡ് സിനിമയാണ് സയാര. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 25 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 384,15 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ചിത്രം വിദേശ കളക്ഷനായി മാത്രം 154,10 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 538,25 ലക്ഷം രൂപയാണ് 25 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സൺ ഓഫ് സർദാർ 2. 2012-ൽ തിയേറ്ററിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ സൺ ഓഫ് സർദാർ 2 സംവിധാനം ചെയ്തിട്ടുള്ളത് വിജയകുമാർ അറോറയാണ്. അജയ് ദേവ്ഗൺ, ജ്യോതി ദേശ്പാണ്ഡെ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 52 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 10 കോടി നേടിയെടുത്ത ഈ സിനിമ ടോട്ടൽ 62,50 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഷാസിയ ഇക്ബാൽ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധഡക് 2. സിദ്ധാർത്ഥ് ചതുർവേദി, ട്രിപ്റ്റി ട്രിമ്മി എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് 25,20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 29,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. സുനിൽ ദർശൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 8-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ആന്താസ് 2. 2003-ൽ തിയേറ്ററിലെത്തി വിജയം വരിച്ച ആന്താസ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആയുഷ് കുമാർ, അഗേഷ, നടാഷ ഫെർണാണ്ടസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് 46 ലക്ഷം രൂപ മാത്രമാണ്. വിദേശ കളക്ഷനായി ഈ സിനിമ 6 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 52 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ വമ്പം പരാജയമാണ് ഈ സിനിമയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14-ന് തിയേറ്ററിലെത്തുന്ന കൂലി എന്ന സിനിമയുടെ ലോകമെമ്പാടുമായുള്ള അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു രജനി ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷനാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ 6.5 കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ നാളെ രാവിലെയോടെ 7 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി 8 മണിയോടെയാണ് ആന്ധ്ര തെലങ്കാനയിൽ ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ ബുക്കിംഗ് ആരംഭിച്ചത്. നിലവിൽ ഈ മണിക്കൂറുകളിൽ 56,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ 40 കോടി മറികടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ നാളെ രാവിലെയോടെ വേൾഡ് വൈഡ് പ്രീസ് കളക്ഷൻ 80 കോടിയിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രയിലായതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വീഡിയോ കൃത്യമായി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.